ബ്രിഗേഡിയർ സനൽകുമാർ, ഭീകരവാദമാണ് ഞങ്ങളുടെ ജീവവായു എന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയല്ലേ? അവരുടെ ഭീകരവാദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി കോടികൾ വാരിയെറിയുക വഴി. ഭീകരവാദം അവരുടെ ഡിക്ലെയർഡ് പോളിസിയാണ്, പുതിയ കാര്യമല്ല. ഇന്നല്ല, കുറേ കാലമായിട്ട്, ഇത് ഒരു 30-35 വർഷമായിട്ട് സിയാഉൽ ഹക്കിൻ്റെ സമയം മുതലേ ഭീകരവാദം അവർ ഫോർമലായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോളിസിയാണ്. അതിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്കറിയില്ല. അത് അടുത്ത കാലത്തൊന്നും ഇത് വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അവരുടെ കംപ്ലീറ്റ് പവർ സ്ട്രക്ചർ, ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ പവർ സ്ട്രക്ചർ അതുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവരുടെ നേതാക്കളും രാഷ്ട്രീയക്കാർ, പൊളിറ്റിക്കൽ നേതാക്കളും മിലിറ്ററി നേതാക്കളും ബ്യൂറോക്രാറ്റ്സും എല്ലാവരും ഇതേ നെറ്റ്വർക്കിൽ, ഇതേ സ്പൈഡേഴ്സ് വെബിൽ കുടുങ്ങിയിരിക്കുന്ന ഓരോരുത്തരാണ്. അതിൽ നിന്ന് അവർക്കൊരു മുഴുവനോടെ അഴിച്ചു പണിയാതെ അതൊരു സിറ്റുവേഷൻ മാറും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ ടെററിസം ഇല്ലാതാക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന, നമുക്കതിലൊരു ഡോമിനേഷൻ ഉണ്ടാകും. നമുക്ക് അവരുടെ ഓരോ സമയവും എന്തെങ്കിലും അവർ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇന്ത്യക്കകത്ത് അവർ ഭീകരവാദ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കടുത്ത മറുപടി തന്നെ കൊടുക്കും. യുദ്ധകാലം ചെയ്യുന്ന പോലത്തെ മറുപടി കൊടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതും അതാണ് ഇഫക്റ്റീവ് ആകാൻ പോകുന്നതെന്നും എന്നാണ് എൻ്റെ പക്ഷം. ബ്രിഗേഡിയർ, ഭീകരവാദം പ്രഖ്യാപിത നയമാണ് പാകിസ്ഥാൻ്റെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതവർ തുറന്ന് സമ്മതിക്കാറില്ല. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ അനാവൃതമായിട്ടുള്ളൊരു കാര്യം, പാകിസ്ഥാന് ഭീകരവാദം ഇല്ലാതെ, ഭീകരർ ഇല്ലാതെ അവർക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയല്ലേ? ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ ഫോറിൻ മിനിസ്റ്ററും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞ ഞങ്ങളുടെ പാകിസ്ഥാനിൽ ടെററിസ്റ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ്, TV സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്നതാണ്. ഒരു കണക്കിന് പ്യുവർ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പാകിസ്ഥാനിൽ ഉള്ള ടെററിസ്റ്റ് പാകിസ്ഥാനിൽ ഇരിക്കുന്നിടത്തോളം കാലം മദ്രസ വിദ്യാർത്ഥികളും മദ്രസ അധ്യാപകന്മാരും മതാധ്യാപകന്മാരുമാണ്. പക്ഷേ അവരെ സെലക്ട് ചെയ്ത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് ആയുധങ്ങൾ കൊടുത്ത് കശ്മീരിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് അവർ ആ ടെററിസം ചെയ്യുന്നത്. അതുവരെ അവർ സിവിലിയൻസ് ആണ്. സോ ടെക്നിക്കലി ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പറയാമെങ്കിലും അവരിപ്പോഴും അത് പോളിസി അംഗീകരിക്കില്ല. ഞങ്ങൾ ടെററിസം ബേസ്ഡ് ആണ് ഞങ്ങളുടെ ഡിഫൻസ് എന്ന്, ഞങ്ങൾ പാകിസ്ഥാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടെററിസം കൊണ്ടാണ് എന്ന് അവർ അഡ്മിറ്റ് ചെയ്താൽ അവരുടെ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ, ബ്യൂറോക്രാറ്റിക്, സിവിൽ ആൻഡ് മിലിറ്ററി ലീഡർഷിപ്പിന് അവർക്കൊരു എക്സിസ്റ്റൻസിനൊരു കാരണമില്ലാതെ വരും. അവരെന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇന്നും പാകിസ്ഥാനി സിവിലിയൻസ് ഇപ്പം പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇടയ്ക്കാകുമ്പോൾ സിവിലിയൻസ് ചോദിക്കുന്നത്, വെളിയിലുള്ള പാകിസ്ഥാനികളും ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല ചാനൽസും പാകിസ്ഥാനികൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. ആ ചോദ്യം ഒരു ലിമിറ്റ് വന്നു കഴിയുമ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. പൊളിറ്റിക്കൽ ആയിട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളത് കൊണ്ടാണ് അവർ ടെററിസം ഇല്ല എന്നുള്ള ലെവലിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒഫീഷ്യലി അവർ ടെററിസം ഇല്ല എന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പം മദ്രസയിലും ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിലും ഇന്ത്യ കയറി ആക്രമിച്ചതിനുള്ള സപ്പോർട്ടായിട്ടാണ് അവരത് പറയാൻ പോകുന്നത്.